ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചാലിയാറിൽ നിന്നുള്ള ചാലിയാറിൻ്റെ കരയിലുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട പുഴയിലുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഒരു ശരീരഭാഗം കൂടി കിട്ടി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അവിടെ നിന്ന്. നിഖിൽ പ്രമേഷ് അതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, പുതിയ വിവരങ്ങൾ എന്താണ് നിഖിൽ? ശ്രീജിത്ത്, ചാലിയാറിൽ നിന്ന് നടത്തിയ മാസ് തിരച്ചിലിൽ, അതായത് 1000-ഓളം പ്രവർത്തകർ പങ്കെടുത്ത, സന്നദ്ധ പ്രവർത്തകരടക്കം 1000-ഓളം പേർ പങ്കെടുത്ത തിരച്ചിലിനിടെ ഒരു മൃതദേഹാവശിഷ്ടം, 2 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. ഈ സന്നദ്ധ പ്രവർത്തകരുടെ സംഘം ഡിവൈഎഫ്ഐൻ്റെ ആളുകളാണെന്ന് തോന്നുന്നു, യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ആ മൃതദേഹം അവശിഷ്ടം ഇപ്പോൾ ഇക്കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കവറിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവരെ ഇന്ന് 2 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഈ ചാലിയാർ തീരത്ത് നിന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ്, ഇന്നും കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ജില്ലാ ഭരണകൂടം അടക്കം വെച്ചു പുലർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കൂടുതൽ പേര്, ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അടക്കം കൂടുതൽ പേര്, സന്നദ്ധ പ്രവർത്തകരടക്കം 1000-ഓളം പേർ ചേർന്നാണ് ഇന്നിപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് 2 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മൃതദേഹാവശിഷ്ടം ഇതിനോടകം തന്നെ ഈ കരയിലേക്ക് എത്തിച്ച് അത് ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പരിശോധനകൾക്കും മറ്റും വേണ്ടി അത് അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റും. ഇപ്പോൾ മറ്റൊരു മൃതദേഹാവശിഷ്ടം കൂടി ഈ പുഴയ്ക്ക് അക്കരയിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പുഴ കടത്തി തന്നെ ഇപ്പുറത്തേക്ക് ആ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളാണ് റീജിത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം വലിയൊരു അപകടം ഉണ്ടാകുന്ന, ഒരു ദുരന്തം ഉണ്ടാകുന്ന, ആ ദുരന്തത്തിൽ നിന്ന് ഓരോ ദിവസമായി 6 ദിവസമാകുന്നു ഓരോ ഇടത്തു നിന്ന് ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം ഇവിടുത്തെ ആളുകളുടെ, ബന്ധുക്കളുടെയൊക്കെ ഒരു പ്രതീക്ഷ, തങ്ങളുടെ ഉറ്റവർ, ഉടയവർ അവർ ജീവനോടെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷകളാണ്. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചുകൊണ്ടാണ് ഓരോ ആളുകളുടെയും മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെ വേദനകളാണ് ഉയരുന്നത്. ഇനി അത് മാത്രമല്ല, മൃതദേഹങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അതും സ്വാഭാവികമായിട്ടും അവരുടെ വേദനയ്ക്കും അവരുടെ കണ്ണീരിനും ഒക്കെ ഇരയാക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഈ തെരുവ് നായ്ക്കളടക്കം, ഈ പുഴയ്ക്ക് കുറുകെയുള്ള അപ്പുറത്തുള്ള തെരുവ് നായ്ക്കളടക്കം മൃതദേഹാവശിഷ്ടങ്ങൾ കടിച്ചു പറിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ്. അതിന് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ചാലിയാർ തീരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, വയനാട്ടിൽ ഏതാണ്ട് എയർ ഡിസ്റ്റൻസിൽ തന്നെ 10-14 കിലോമീറ്റർ അകലെയുള്ള ആളുകൾ, രാത്രിയിൽ പലവിധ സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയിരുന്ന ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങളാണ് ഈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ എത്തിച്ചേരുന്നത്. എന്തായാലും അത്രയധികം വിഷമകരമായിട്ടുള്ള കാഴ്ചകൾക്ക് തന്നെയാണ് ചാലിയാർ തീരം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തകർ ആ മൃതദേഹ അവശിഷ്ടങ്ങൾ ചുമന്നുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തിരച്ചിലിൽ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തിയിരുന്നെങ്കിലും ഇതുവരെ 2 മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കൂടുതൽ വിവരങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെ നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.